വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിനെ ആസ്പദമാക്കിയുള്ള സിനിമയുടെ റിലീസ് തടയണമെന്ന ആവശ്യത്തിൽ ഉറച്ച് പ്രതി അഫാന്റെ പിതാവ്. കേസിന്റെ വിചാരണ പൂർത്തിയാകും മുൻപ് ഇങ്ങനെ ഒരു സിനിമ ഇറങ്ങുന്നത് വിചാരണയെ ബാധിക്കും എന്ന് അബ്ദുൽ റഹീം പറഞ്ഞു. തന്റെയോ കുടുംബത്തിന്റെയോ അനുമതി സിനിമാ പ്രവർത്തകർ വാങ്ങിയിട്ടില്ലെന്നും പിതാവ് പറഞ്ഞു. എന്താണ് ഇതിന്റെ തിരക്കഥ എന്താണെന്നോ ഇതിന്റെ കഥാപാത്രം എങ്ങനെയാണെന്നോ നമ്മുടെ കുടുംബത്തെ എങ്ങനെ ബാധിക്കുന്നോ ഒന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. ആ രീതിക്ക് മുന്നോട്ട് പോകാനോ അവർ ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ ഹൈക്കോടതി വക്കീലിനെ കണ്ട ഹൈക്കോടതി പോയി സ്റ്റേ ഓർഡർ വാങ്ങിച്ചു വെച്ചേക്കുന്നത്. കാലം പറഞ്ഞ കഥ എന്ന സിനിമയുടെ റിലീസ് തടയണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഷമീർ അബ്ദുൾ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഷമീർ, ഈ കാമുകിയും സഹോദരനും അടക്കം 5 പേരെ കൊലപ്പെടുത്തിയ ആളാണ്. പക്ഷേ പിതാവ് ഇപ്പോഴും ആ നിയമ നടപടികളൊക്കെ, കോടതിയുടെ നടപടികളൊക്കെ നേരായ രീതിയിൽ നടക്കാൻ ഈ സിനിമയുടെ റിലീസ് തടയണം എന്നാണ് ആവശ്യപ്പെടുന്നത്. രുചീഷ്, ഈ മാസം 6-നാണ് കാലം പറഞ്ഞ കഥ എന്ന സിനിമ റിലീസ് ചെയ്യുന്നത്. ഈ 6-ന് മുമ്പ് തന്നെ ഇതിൽ അനുകൂല നിലപാട് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്നാണ് അഫാന്റെ പിതാവ് റഹീം പറയുന്നത്. എന്തായാലും ഈ സിനിമയെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്റുകളിലൂടെയാണ് തനിക്കും കുടുംബത്തിനും ഈ വിവരം ലഭിച്ചത്. തന്റെയോ കുടുംബത്തിന്റെയോ അനുമതി സിനിമാ പ്രവർത്തകർ ഇതിൽ വാങ്ങിയിട്ടില്ല. ഒപ്പം തന്നെ തന്റെ കുടുംബത്തിൽ സംഭവിച്ച ദുരന്തത്തെ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ സിനിമ. കേസിന്റെ വിചാരണ പൂർത്തിയാകും മുമ്പ് ഇങ്ങനെ ഒരു സിനിമ ഇറങ്ങുന്നത് വിചാരണയെ ബാധിക്കുമെന്നും അഫാന്റെ പിതാവ് പറയുന്നു. എന്തായാലും ഹൈക്കോടതി ഇതിൽ ഉചിതമായ തീരുമാനമുണ്ടാകും. തങ്ങളുടെ കുടുംബത്തിൽ നടന്ന ഇൻസിഡന്റ് അത് വീണ്ടും ഉണ്ടാക്കുന്ന മെന്റൽ ട്രോമ, ഇതൊക്കെ തന്നെ കോടതി പരിഗണിക്കണം. അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ റിലീസ് അടിയന്തരമായി തടയണമെന്ന അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുകയാണ് അഫാന്റെ പിതാവ്. എന്തായാലും കോടതി ഇത് പരിഗണിക്കാനിരിക്കുകയാണ്. ഒരുപക്ഷെ നാളെ ഈ കേസ് ഈ കോടതി പരിഗണിക്കും മുമ്പാണ് ഇന്ന് ഈ പ്രതികരണം കൂടി പിതാവിന്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. രുചീഷ്. ശരി.